കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടത്തും ഈ മോഷണ വാർത്തകളൊക്കെ കണ്ടിട്ട് ഇതിപ്പോൾ പോകുന്നത് അങ്കമാലിയിലാണ്. അവിടെ കറുകുറ്റി മുന്നൂർ പള്ളിയിൽ വീടിൽ കയറിയാണ് മോഷണം. കർഷകനായ ജോസഫിന്റെ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ജാതിക്കയാണ് മോഷ്ടിച്ചത്. ഹെൽമറ്റും ഗ്ലൗസും ധരിച്ചെത്തുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സൈഫുനീസ് അലിയാറുണ്ട് വിവരങ്ങളുമായി. സൈഫു, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴത്തേക്കും കള്ളനൊരു ചെറിയ കുട്ടിയെ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണോ എന്നറിയില്ല. ഈ എന്തെങ്കിലും സൂചനകളുണ്ട്? ഇപ്പോൾ വീടുമായിട്ടൊക്കെ പരിചയമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ഈ ജാതിക്ക് അവിടെ ഉണ്ടെന്നും അത് മോഷ്ടിക്കാൻ വേണ്ടി വരില്ലല്ലോ. അങ്ങനെ വേണം മനസ്സിലാക്കാൻ സേതുലക്ഷ്മി. കാരണം ഈ കർഷകൻ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ജാതിക്കയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഇത് വീടിനുള്ളിൽ ഉണ്ട് എന്ന അറിവുണ്ടായതുകൊണ്ടായിരിക്കാം ഇയാൾ വീടിനകത്ത് കയറി ഇത് മോഷ്ടിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ജോസഫ് എന്ന കർഷകന്റെ വീട്ടിലെ സൂക്ഷിച്ചിരുന്ന ജാതിക്കയാണ് മോഷണം പോയത്. ഇദ്ദേഹം എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അങ്കമാലി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹെൽമറ്റും ഗ്ലൗസും ധരിച്ച് ഒരു ഷോർട്സ് ഒക്കെ ഇട്ടാണ് ഇദ്ദേഹം ഈ മോഷ്ടാവ് ഈ വീടിന് സമീപത്തേക്ക് വരുന്നത്. അതിനുശേഷം പതുക്കെ മൊബൈലൊക്കെ കയ്യിലുണ്ട്. മൊബൈലിന്റെ ടോർച്ച് വെളിച്ചത്തിലൊക്കെയാണ് എല്ലാം പരിശോധിച്ച് ഈ ജാതിക്ക മോഷ്ടിക്കുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. അങ്കമാലി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഓക്കെ, സൈഫുനീസ് അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.